ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ടേസ്റ്റിംഗ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന കേക്കാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട 1 കപ്പ് മൈദ, 1/2 കപ്പ് പാല്. ഇത് പാൽപ്പൊടിയാണ്, പാലിന് വേണമെന്ന് നിർബന്ധമില്ല. 2 മുട്ട, 2 പഴം, റോബസ്റ്റ് പഴമാണ്. ബേക്കിംഗ് സോഡ, 1 സ്പൂൺ ബേക്കിംഗ് സോഡ, 3/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ഓയിൽ, 2 ടീസ്പൂൺ കൊക്കോ പൗഡർ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. എഗ് ബീറ്ററോ വേറെ ഒന്നും വേണ്ട, ഓവനിലും എല്ലാം ഉണ്ടാക്കുന്നത്. നമുക്ക് മിക്സിയിൽ അടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം മൈദ ഇതിലേക്കിടാം. പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ, ഇനി പഞ്ചസാര പൊടിക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ഓയിൽ, ഏത് ഓയിൽ? സൺഫ്ലവർ ഓയിലാണ്. ഇനി പാല്, ഇനി 2 മുട്ട, ഇതിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഈ പഴമാണ്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മൾ അടിച്ചു കൊണ്ടുവന്നിട്ടുള്ള കേക്കിൻ്റെ കൂട്ട്. ഇനി നമ്മൾ പാന് ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് അതിലേക്ക് മിൽമ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മിൽമ നെയ്യാണ് ഏറ്റവും ടേസ്റ്റ് കേക്കിന്. എന്നിട്ട് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് അടിച്ചു വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതുപോലത്തെ ഒരു തട്ടോ എന്തെങ്കിലോ പിന്നെ മേലെ അടിയിൽ വെക്കണം, അല്ലെങ്കിൽ കേക്ക് അടി പിടിച്ചു പോകും, പെട്ടെന്ന് കരിയും. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഇതിൽ കിടന്ന് വേകണം. എന്നിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് അതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുണ്ടാക്കിയ ബനാന കേക്ക്. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല പൊങ്ങിയിട്ടുമുണ്ട്. ഇപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല സ്പോഞ്ചാണ്. ഇത് ഉണ്ടാക്കാനും വളരെ സിമ്പിളായിട്ടുള്ള കേക്കാണ്. അപ്പോൾ ആദ്യം പറയാൻ വിട്ടുപോയതായിരുന്നു, തീ ലോ ഫ്ലെയിമിലാക്കണം, പച്ച കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കേക്കിൻ്റെ അടി കരിഞ്ഞു പോകും. അപ്പോൾ നല്ല കേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് അറിയിക്കുക. താങ്ക് യു.